ഹലോ ഗൈസ്, ദിസ് ഈസ് മല്ലു സ്പേസിൻ്റെ പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിപ്പോൾ കുറ്റിയും പറിച്ചോടെ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ചെപ്പാറ എന്നൊരു സ്ഥലത്തേക്ക് പോകണം ഗൈസ്. അപ്പം നമുക്ക് അത്രയും ആംബിയൻസ് ഉള്ളൊരു സ്ഥലത്ത് നമ്മളൊന്ന് പോയിട്ട് വരാം. അപ്പോൾ തീർച്ചയായും ഗൈസ്, അപ്പം ഞങ്ങൾ ഒരു 4-5 മണിയൊക്കെ ആയപ്പം ജസ്റ്റ് ഒന്ന് ഒരു ചായ കുടിച്ചിട്ട് വരാമെന്നുള്ള രീതിയിൽ ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങിയതാണ്. 20 രൂപയുടെ ചായ കുടിക്കാൻ 120 കിലോമീറ്റർ യാത്ര ചെയ്ത് ചായ കുടിക്കുന്ന ഭ്രാന്തന്മാരിൽ ഉൾപ്പെടുന്ന ആ 3 പേരാണ് ഗൈസ് ഞങ്ങളും. അതുകൊണ്ട് തന്നെ നല്ലൊരു ആംബിയൻസ് ഉള്ള സ്ഥലത്ത് പോയിട്ട് ചായ കുടിക്കാം എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. അപ്പം ഞങ്ങളുടെ ആ പ്ലാനിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു ഗൈസ്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അത്താണി ജംഗ്ഷൻ എന്ന ജംഗ്ഷനിൽ നിന്നാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് നമ്മുടെ ചെപ്പാറയിലേക്ക് തിരിയുന്ന ആ കെൽട്രോൺ ജംഗ്ഷൻ എന്ന സ്ഥലത്തേക്ക് മാക്സിമം 1 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഗൈസ് കെൽട്രോൺ ജംഗ്ഷൻ. ഈ കെൽട്രോൺ ജംഗ്ഷനിൽ നിന്ന് ഇടത്തേക്കുള്ള വഴിയാണ് നമ്മൾ തിരിയേണ്ടത്. ഒരു കലിങ്കൊക്കെയുണ്ട്, ഓട്ടോ സ്റ്റാൻഡുണ്ട്. ഇവിടെ നേരെ സ്ട്രെയിറ്റ് വഴിയാണ് ഗൈസ്. ഒരു മാക്സിമം ഒരു 3 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ നമ്മുടെ ചെപ്പാറ എന്ന അതിമനോഹരമായ സ്ഥലത്തേക്ക് എത്താനായിട്ട്. ഒരുപാട് ദൂരം യാത്ര ചെയ്തിട്ട് നമ്മുടെ സ്വന്തം ട്രാവലേഴ്സിന് അവർക്ക് റിഫ്രഷ് ആകുവാനും അവരുടെ ഇഷ്ടാനുസരണം താമസിക്കുവാനും റിസോർട്ടുകൾ ലഭ്യമാണ്. റിസോർട്ടുകളുടെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ പോകുന്നതിൻ്റെ ഈ റൈറ്റ് സൈഡിലായിട്ട് ചെറിയൊരു വ്യൂ പോയിൻ്റൊക്കെ ഉണ്ട്. നമ്മൾ ആ പോകുന്ന വഴി ജസ്റ്റ് ഒന്ന് കണ്ടെന്നേ ഉള്ളൂ. അതൊന്ന് പോയി നോക്കിയിട്ട് വരാം. സൺസെറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം. സ്ഥലം നമ്മുടെ തൃശ്ശൂർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത് മയിലുകളെ തന്നെയാണ്. ആൺമയിലുകളും പെൺമയിലുകളും ധാരാളം ഉണ്ട് ഇവിടെ. Resort. അയ്യോ, മയിലോടെ കൊണ്ടല്ലോ. ഉണ്ടോടാ മയിലിനെ? മയില് മയിലായിരുന്നു. ഷാറുഖ് ഖാനോ? ഇന്നിരിച്ചാ ഒരു കാരവൻ കിടപ്പുണ്ടല്ലോ. മെഡിക്കൽ കോളേജ് ഞാനേ ഇവിടെ കണ്ട റെസ്റ്റ് അടിച്ചിട്ടുണ്ട് വണ്ടി. ഇതാട്ടോ
അങ്ങനെ നമ്മൾ ചെപ്പാറ എത്തിയിരിക്കുകയാണ് ഗൈസ്. ചെപ്പാറ റോക്ക് ഗാർഡൻ എന്നാണ് നമ്മളിതിനെ വിളിക്കുന്നത്. ഇതിനോട് ചുറ്റപ്പെട്ട് കിടക്കുന്ന മറ്റു പാറകളും കാടുകളും പക്ഷികളും ഒക്കെയാണ് ചെപ്പാറയെ അതിമനോഹരമാക്കുന്നത്. ചെപ്പാറയുടെ മറ്റൊരു പ്രത്യേകതയാണ് ഈ ഇരുമ്പ് വേലി കൊണ്ട് ചുറ്റിക്കെട്ടിയിരിക്കുന്ന ഈ മുനിയറ. പണ്ട് കാലങ്ങളിൽ മുനിമാർ തപസ് ചെയ്തിരുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഐതിഹ്യം. അങ്ങനെ ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ യാത്രകൾ തുടർന്നുകൊണ്ടേയിരിക്കും. ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നത്. എല്ലാവർക്കും ബായ്.